നമസ്കാരം. പ്രതിപക്ഷ നേതാവിനും കോൺഗ്രസിനും അത്ര നല്ല കാലമല്ല. തൊട്ടതൊക്കെ പൊന്നല്ല പാമ്പാവുകയാണ്. എഴുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞു തൊടുന്നതൊക്കെ നല്ല ഒന്നാം തരം വള്ളിക്കെട്ടാവുകയാണ്. ഈ അടുത്തായി തൊടുത്തുവിട്ട RSS വിവാദം പോലും തിരികെ അടിക്കുകയാണ് ഉണ്ടായത്. ഇപ്പോ അത് അടുത്ത പണി എത്തിയിരിക്കുകയാണ്. എങ്ങനെ സർക്കാരിനിട്ട് പണിയാമെന്ന ചിന്തയിൽ ഇറങ്ങിയ സതീശന് കിട്ടിയത് വെറും പണിയല്ല, നല്ല കോടതി പണിയാണ് കിട്ടിയത്. എന്താണ് കാര്യം എന്ന് ചിന്തിച്ചു തുടങ്ങുന്നവരോട് ഒന്ന് പറയാം. ശുശു ആ ചെവ്യം തന്നെ. അതെ, ആ കെ ഫോണിന്റെ ഹർജിയുമായി പോയതാ നേതാവ്. എന്നിട്ട് എന്തുണ്ടാവാനാ? നേതാവ് പ്രതീക്ഷിച്ചതൊന്നും ഉണ്ടായില്ല, ഉണ്ടായതൊന്നും നേതാവ് പ്രതീക്ഷിച്ചതുമല്ല. അപ്പോ നേതാവ് കൊണ്ടുവന്ന ഹർജി ബോംബാവുമെന്നാ കരുതിയത്. എന്തിന്? ഒരു ഓലപ്പടക്കം പോലും ആയില്ല. തീർന്നു. കെ ഫോൺ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ചട്ടം ലംഘിച്ചുള്ള കരാറും ക്രമക്കേടുകളും നടന്നുവെന്നും ഇത് CBI അന്വേഷിക്കണമെന്നുമായിരുന്നു സതീശന്റെ ആവശ്യം. പദ്ധതി നടത്തിപ്പിനുള്ള കരാറുകൾ സർക്കാരുമായി അടുത്ത ബന്ധമുള്ളവർക്ക് നിയന്ത്രിക്കാനുള്ള കമ്പനികൾക്കാണ് അനുവദിച്ചതെന്നും ഹർജിയിൽ ആരോപിച്ചിരുന്നു. എന്നാൽ കോടതി കണക്കിന് കൊടുത്തു. കെ ഫോൺ പദ്ധതി നടപ്പാക്കുന്നത് തടയണമെന്നും പദ്ധതിയിൽ അഴിമതിയുണ്ടെന്ന ആരോപണത്തിൽ CBI അന്വേഷണം ഏൽപ്പിക്കണമെന്നുമുള്ളതും ഈ ഘട്ടത്തിൽ ആവശ്യമുണ്ടെന്ന് കരുതുന്നില്ലെന്നും ജസ്റ്റിസുമാരായ AK ശങ്കരനാരായണൻ നമ്പ്യാർ, VM ശ്യാംകുമാർ എന്നിവരുടെ ബെഞ്ച് വ്യക്തമാക്കി. കെ ഫോണുമായി ബന്ധപ്പെട്ട് CAG റിപ്പോർട്ട് ലഭ്യമാകുമ്പോൾ നിയമസഭയും PSCയും പരിശോധിക്കും. ശേഷം ഉചിതമായ നടപടിക്ക് അവസരമുണ്ടാവുമെന്നും കോടതി പറഞ്ഞു. ഈ ഘട്ടത്തിൽ ഇടപെടേണ്ടതില്ല എന്നാണ് തങ്ങളുടെ തീരുമാനമെന്നും കോടതി വ്യക്തമാക്കി. സതീശൻ നൽകിയ പൊതുതാൽപര്യ ഹർജിയിൽ പൊതുതാൽപര്യം എന്താണെന്നും കോടതി ചോദിച്ചു.